ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല. 730 രൂപയുടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതൊരു വഞ്ചനയല്ലേ, കൊടും ചതിയല്ലേ. 600 രൂപയ്ക്ക്. അപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് മാർക്കറ്റിൽ പോയാൽ 730 കിട്ടുള്ളൂ, ഞങ്ങളിത് 2,72,000 എടുക്കുന്നത് കൊണ്ടാണ് 600 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണത് എന്നാണ് ഈ സാധുക്കളോട് പറയണതേ. അതാണ് വലിയ വഞ്ചന. എന്നാൽ ഒലിക്ക് ആദ്യം തന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അല്ല, അതിപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിം ലീഗിനോട് ഒരു താല്പര്യമുള്ള ആളുകളാണ് വാങ്ങുന്നത്. പക്ഷേ അവരെ പറ്റിക്കാൻ പാടുണ്ടോ? ആ വിശ്വാസ്യത ചൂഷണം ചെയ്യാൻ പാടുണ്ടോ? അതൊരു ധാർമ്മികതയുടെ പ്രശ്നമല്ലേ. ഓല് വിചാരിച്ചതൊന്നും നമുക്ക് കിട്ടൂല എന്നാണ് വിചാരിച്ചത്. ഇത് നമ്മൾ പറയുന്നത് ചാലഞ്ച് നടത്തിയിട്ട് ഇവർ പൈസ അടിച്ചെടുത്തു ഫിറോസ് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും വന്നിട്ടില്ല. വേണം. സത്യത്തിൽ GSTക്കാരെ ഈ സാധനം ഞാൻ സൂക്ഷിക്കും. എന്തായാലും GSTക്ക് കൊടുക്കണമല്ലത്. രാംരാജേർ ഇങ്ങനെ 730 രൂപക്ക് ഇങ്ങനെ ഒരു മുണ്ട് വിറ്റിക്കണമെന്നുള്ളത് അറിയണമല്ലോ. ഇതാ രാംരാജല്ലേ, ഇത് വിറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. രാംരാജിനെ പോലും ഇത് പിന്നെ എന്താ പറയുക, കള്ളത്തരം കാട്ടിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാദാ ഇത് ശരിക്കെടുക്കണം. ഇത് പക്ഷേ തുണി തരൂല നിങ്ങൾക്ക്. കാരണം GSTക്കാർ വന്നിട്ട് നമ്മളോട് ചോദിച്ചത് കൊടുക്കണ്ടേ? ആർക്ക്? അല്ല, രാംരാജ് നല്ല കമ്പനിയാണ്. നമ്മൾ രാംരാജിനെ കുറ്റം പറഞ്ഞില്ല. ഈ സാധനം ഒട്ടിച്ചത് ഇവരാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതെ. ഈ 700 പിന്നെ സ്റ്റിക്കർ ഇത് ഇവരുണ്ടാക്കിയിട്ട്, ഇതൊക്കെ രാംരാജിൻ്റെയാണ്, ശരിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതുമ്പോൾ ഒട്ടിച്ചത് യൂത്ത് ലീഗുകാരാണ്. ഓനെ ഏൽപ്പിച്ച ആളാണ്. ഫിറോസ് ഏതായാലും ഇതൊന്നും ചെയ്യില്ല. കാരണം ഓനക്ക് ഇപ്പോൾ സെയിൽസ് മാനേജറല്ലേ, വലിയ പണിയുള്ള ആളല്ലേ. എന്താ പ്രശാന്ത് അങ്ങനെയൊക്കെ ചോദിക്കണേ? അവർക്കൊന്നും ഈ പിന്നെ മലയാളം സർവകലാശാലൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലായിരിക്കും. അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാന്ന് അതായിരിക്കും. അത് വലിയ കാര്യമില്ല എന്നല്ലേ പറയുക. ബിസിനസ് ഉണ്ട്. ആരൊക്കെയാണ് ലീഗിൽ അങ്ങനെ ബിസിനസ് ഉള്ളത് എന്നുള്ളത് ലീഗേര് വെളിപ്പെടുത്തിയാൽ പിന്നെ ഞാൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർ മുന്നോട്ട് വന്നിട്ട് പറയാം എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്. എന്നാൽ ഞമ്മക്കും അതുകൊണ്ട് വലിയ ഉപകാരമാണല്ലോ. തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരുടെ സാമ്പത്തിക ശേഷി അറിഞ്ഞാൽ പൈസ കൊടുക്കണവർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാമല്ലോ. ഒരു 10 വർഷത്തിനിടയിൽ അവന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു വലിയ വളർച്ച ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ട്. ലീഗ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, കാരണം ഭരണ മേഖലയിൽ നിന്ന് ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അവനാൻ്റെ അനുയായികളെ പറ്റിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. എത്ര തെളിവാച്ച ഈ കാര്യത്തിലല്ലേ, ഈ മലയാളം സർവകലാശാലയുടെ കാര്യത്തിലല്ലാതെ ആ തെളിവൊക്കെ ഓൻ എന്ത് ചെയ്യാന്നറിയോ? മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാം. എന്നിട്ട് കേരള നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ പറയാം. അല്ലാതെ പിന്നെ ഇവിടെ അല്ല ഉന്നയിക്കേണ്ടത്, കോഴിക്കോട് വല്യങ്ങാടിയിലല്ല ഇത് നിന്ന് പറയേണ്ടത്, ഇത് നിയമസഭയിലാണ് പറയേണ്ടത്. ഫിറോസിൻ്റെ അടുത്തുള്ള എല്ലാ രേഖകളും PK കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നു. സഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉന്നയിക്കട്ടെ പ്രശ്നം. കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് പറയേണ്ടതല്ലത്, മൈതാന പ്രസംഗം നടത്തേണ്ട കാര്യമല്ലത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് അദ്ദേഹം പറയട്ടെ.